corollary, let H be a normal subgroup of G, then the cosets of H form a group G over H under the binary operation AH into BH is equal to ABH. Theorem നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Let H be a group of subgroup of a group G, then the left coset multiplication is well defined by the equation AH into BH is equal to ABH if and only if H is a normal subgroup of G. H ജിയുടെ നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ലെഫ്റ്റ് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അതുപോലെ ലെഫ്റ്റ് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ എച്ച് ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൻ്റെ കൊറോളറിയാണ്. ലെറ്റ് എച്ച് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ദെൻ ദ കോസറ്റ്സ് ഓഫ് എച്ച് ഫോം എ ഗ്രൂപ്പ് ജി ഓവർ എച്ച് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ എച്ച് ഇൻറ്റു ബി എച്ച് ഇസ് ഈക്വൽ ടു എ ബി എച്ച്. സോ ഈ ലെഫ്റ്റ് കോസറ്റ് മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എച്ച് നോർമൽ ആണെങ്കിൽ now we have this left coset multiplication യൂസ് ചെയ്ത് ജി ഓവർ എച്ച് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ ബൈനറി ഓപ്പറേഷൻ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വേണം, ദെൻ ഐഡൻറ്റിറ്റി വേണം, ഇൻവേഴ്സ് വേണം. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. സോ ജി ഓവർ എച്ചിലെ എലമെൻറ്റ്സ് എല്ലാം കോസറ്റ്സ് ആണ്. നമ്മൾ 3 കോസറ്റ്സ് എടുക്കുന്നു ആർബിട്രറി ആയിട്ട് എ എച്ച് ബി എച്ച് സി എച്ച്. and associative property AH into BH into CH is equal to AH into BH into CH എന്ന് പറയുന്നത് BCH. So this is equal to again രണ്ട് കോസറ്റ്സ് ആണ് ഇപ്പോൾ വരുന്നത് AH into BCH. സോ ആ രണ്ട് കോസറ്റ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ A into BCH. ഓക്കെ, again associative property ആണ് AH into BH into CH, that is equal to ABH into CH. now A into BCH, here AB into CH. ഇത് എ ബി സി എല്ലാം ജിയിലെ എലമെൻറ്റ്സ് ആണ്. ജിയിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ എ ഇൻറ്റു ബി സിയും എ ബി ഇൻറ്റു സിയും ബോത്ത് ആർ സെയിം, ബോത്ത് ആർ ഈക്വൽ. സോ ദീസ് ടു കോസറ്റ്സ് ആർ ഈക്വൽ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയി. അഗെയിൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എ എച്ച് ഇൻറ്റു ഇ എച്ച് നോക്കാം. എ എച്ച് ഇൻറ്റു ഇ എച്ച് ഇസ് ഈക്വൽ ടു ബൈ ദ ഡെഫിനേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇ എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഐഡൻറ്റിറ്റി. സോ ദാറ്റ് ഈസ് എ എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം ആസ് ഇ എ ഇൻറ്റു എച്ച്. A same as E into A, that is equal to EH into AH. So AH into EH is equal to AH. Same way EH into AH is equal to AH. So EH is the identity element. EH is actually equal to H. E കൊണ്ട് എച്ചിൽ ഏത് എലമെൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്താലും എച്ചിലെല്ലാം ഇ എച്ച് കൊണ്ട് മീൻ ചെയ്യുന്നത് എച്ച് ഇസ് എ സെറ്റ്, ദാറ്റ്സ് എ സബ് ഗ്രൂപ്പ്. എച്ച് ഇസ് ദാറ്റ് സബ് ഗ്രൂപ്പ് മീൻസ് ദാറ്റ്സ് എ സെറ്റ്. അപ്പോൾ ഇതിൽ ഓരോ ഈ കൊണ്ട് ആ സെറ്റിലെ ഓരോ എലമെൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പുതിയ സെറ്റാണ് ഇ എച്ച് എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഈ കൊണ്ട് ഏത് എലമെൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് സെയിം എലമെൻറ്റ് തന്നെ കിട്ടുക. സോ ഇ എച്ച് എന്ന് പറയുന്നത് ആക്ച്വലി എച്ച് തന്നെയാണ്. സോ ഇ എച്ച് ദാറ്റ് ഈസ് എച്ച് ഇറ്റ് സെൽഫ് ഇസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നോക്കുക, ഈ ഫാക്ടർ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് ജി ഓവർ എച്ച് എന്ന ഫാക്ടർ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അഗെയിൻ ഇൻവേഴ്സ് എലമെൻറ്റ് എ എച്ചിൻ്റെ ഇൻവേഴ്സ്. Consider A inverse H. AH into A inverse H is A inverse A into H. That is equal to A inverse A എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി EH. That is equal to A inverse H. A inverse into A ഐഡൻറ്റിറ്റി ആണ് നമുക്കറിയാം. അതുപോലെ A inverse ഐഡൻറ്റിറ്റി ആണ്. സോ നോക്കുക, A inverse H into AH നമുക്ക് എന്ത് കിട്ടി? EH കിട്ടി, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതുപോലെ AH into A inverse H എടുത്താലും EH. സോ A inverse H is the inverse of AH. അപ്പോൾ എ എച്ചിൻ്റെ ഇൻവേഴ്സിന് നമുക്ക് എ എച്ച് ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. എ എച്ച് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എച്ച്. മീനിങ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എ എച്ച് ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എച്ച്. സോ ദിസ് ഫോം എ ഗ്രൂപ്പ് ജി ഓവർ എച്ച്. എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ജി ഓവർ എച്ച് ഫോം എ ഗ്രൂപ്പ്. Next definition, if H is a normal subgroup, important ആണ്, H is a normal subgroup. Normal subgroup means left coset right coset equal. H is equal to BH. Sorry, H is equal to HA. If H is a normal subgroup of G, then cosets of H form a group G over H under the binary operation AH into BH is equal to ABH. This group G over H is the factor group or quotient group of G by H. So H normal subgroup ആണെങ്കിൽ G over H that form a group under this operation. That group is called factor group. Factor group ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? H ഇവിടെ ഫാക്ടർ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്.
ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തതിൻ്റെ കേർണൽ എടുത്തിട്ട് ദ കോസറ്റ്സ് ഓഫ് എച്ച് ഫോം എ ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ദിസ് കോസറ്റ് ആക്ച്വലി ദിസ് കോസറ്റ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ്. സോ ദിസ് ഫോം ഫാക്ടർ ഗ്രൂപ്പ്. ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ദിസ് വൺ എച്ച് നോർമൽ സബ് ഗ്രൂപ്പാണ് ജിയുടെയെങ്കിൽ ജിയുടെ എച്ച് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കണം. ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഫാക്ടർ ഗ്രൂപ്പ് ഓർ കോഷ്യൻ ഗ്രൂപ്പ്. കോഷ്യൻ ഗ്രൂപ്പ് ഓഫ് ജി ബൈ എച്ച്. എക്സാമ്പിൾ സിൻസ് ഇസഡ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. ഒരു അബീലിയൻ ഗ്രൂപ്പ് ഇസഡ് അബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അതിൻ്റെ എല്ലാ കോസറ്റ്സും നോർമൽ എല്ലാ സബ് ഗ്രൂപ്പ്സും നോർമൽ സബ് ഗ്രൂപ്പ്സാണ്. അബീലിയൻ ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും നോർമൽ സബ് ഗ്രൂപ്പാണ്. നോർമൽ ആവാൻ കാരണം ഇതാണ് എ എച്ച് ഈക്വൽ ടു നോർമൽ ആവുന്ന കണ്ടീഷൻ എ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ. എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ. സോ ദിസ് നോർമൽ സബ് ഗ്രൂപ്പ്. ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് വരെ കാരണം അബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ എ ഇൻറ്റു ഇവിടുത്തെ ഏത് എലമെൻ്റ് എടുത്താലും ദാറ്റ് എലമെൻ്റ് ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റും. എബോ കൊറോളറി allows to construct a factor. ഇപ്പോൾ ഇസഡിൻ്റെ സബ് ഗ്രൂപ്പ് എൻ ഇസഡ് ഇത് നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇസഡ് ഓവർ എൻ ഇസഡ് എന്ന് പറയുന്നത് ദാറ്റ് ഫ്രം എ ഗ്രൂപ്പ് ദാറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഫാക്ടർ ഗ്രൂപ്പ്. ദാറ്റ് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു ഇസഡ് എന്ന് നമ്മൾ കണ്ടിരുന്നു. സോ നോക്കുക, നമ്മൾ ആദ്യം ഇതിന് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതെന്ന് പറയാൻ ആദ്യം ഒരു ഹോമോമോർഫിസം പറഞ്ഞ് എൻ ഇസഡ് അതിൻ്റെ കേർണലാണ്, അതുകൊണ്ട് ഇത് ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു ഹോമോമോർഫിസം ഒന്നും ഡിഫൈൻ ചെയ്യാതെ ഡയറക്റ്റ് പറയാം. സബ് ഗ്രൂപ്പ് അബീലിയൻ ആണെങ്കിൽ ഇസഡ് ഓവർ എൻ ഇസഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജി ഓവർ എച്ച് എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഫാക്ടർ ഗ്രൂപ്പ്. നെക്സ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ ദ അബീലിയൻ ഗ്രൂപ്പ് ആർ അണ്ടർ അഡീഷൻ. ഫോർ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ലെറ്റ് സി എലമെൻറ്റ് ഓഫ് ആർ പ്ലസ് ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ സി കൺസിഡർ ചെയ്യുക. ദെൻ സൈക്കിൾ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സി. ഇപ്പോൾ സി എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ 2.5 അല്ലെങ്കിൽ 2.3 ഇതൊക്കെ സി ആയിട്ട് എടുക്കാം. എനി റിയൽ നമ്പർ പോസിറ്റീവ് റിയൽ നമ്പർ. സി സൈക്കിൾ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സിയിലെ മെമ്പേഴ്സ് നോക്കുക 0 സി ദെൻ സി 2 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. 2 പ്ലസ് സി പ്ലസ് സി ഒരു അഡീഷനാണ് ഓപ്പറേഷൻ. 2 സി കൊണ്ട് മീൻ ചെയ്യുന്നത് സി പ്ലസ് സി ദെൻ മൈനസ് സി മൈനസ് 2 സി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സി ഓപ്പറേറ്റ് ചെയ്യുക. അതിന് ഇൻവേഴ്സ് റിപ്പീറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക. ഇതാണ് സൈക്കിൾ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സി. ഇപ്പോൾ 2.5 ആണെങ്കിൽ 2.5 അഗൈൻ 2.5 പ്ലസ് 2.5 അതായത് 5 അങ്ങനെ പോകും. It's a normal subgroup of R and tradition. Okay, it's a cyclic group, so cyclic subgroup. It's a subgroup of R and tradition. R and tradition abelian group ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ സബ്ഗ്രൂപ്പ്സും നോർമലാണ്. സോ cyclic generated by C നോർമലാണ്. സോ this form a factor group. R over cyclic generated by C is a factor group. Then ഈ factor groupലെ members okay, Z over 5Z members നമ്മൾ കണ്ടിരുന്നു. okay, 0 plus 5Z that is 5Z itself, then 1 plus 5Z, 2 plus 5Z, 3 plus 5Z, 4 plus 5Z ഇത്രയും മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആർ ഓവർ സൈക്കിൾ ജനറേറ്റഡ് ബൈ സിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഇത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് കോസെറ്റ്സ് ആണ്. അത് എക്സ് പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സി ഫോമിലാണ്. ഓരോ എക്സും ആറിൽ നിൽക്കുക. ഇനി ഇതിലെ മെമ്പേഴ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ എക്സ് ലെസ് ദാൻ സി. ഈ എക്സിന് വാല്യൂ പോകാവുന്നത് 0യ്ക്ക് സിക്കും ബിറ്റ്വീൻ സി ഇൻക്ലൂഡ് അല്ല. ഇപ്പോൾ സി പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെയിം as 0 പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സി ആണ്. ദെൻ 0യ്ക്ക് സിക്കും ബിറ്റ്വീൻ ഇപ്പോൾ സി ഈക്വൽ ടു ഒരു 2.5 ആണെങ്കിൽ അല്ലെങ്കിൽ 2.3 ആണെങ്കിൽ ഇവിടെ വരുന്നത് 0 പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സി വരും. ദെൻ 0യ്ക്കും 2.3ക്കും ബിറ്റ്വീൻ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും എടുത്ത് ദാറ്റ് പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ ഇൻഫിനിറ്റ്ലി റിയൽ നമ്പേഴ്സ് ഉണ്ട്. സോ ദാറ്റ് പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സി ഇതായിരിക്കും ഈ കോസറ്റിലെ മെമ്പേഴ്സ്. ഇനി ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്ന എല്ലാ എലമെൻറ്റ്സും അതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണോ ആ റിമൈൻഡറിനോട് ഈക്വലായിട്ട് വരുന്ന ആ കോസറ്റ് അതിനോട് ഈക്വലായിരിക്കും. ഇപ്പോൾ 2.5 പറഞ്ഞു 2.3 ആണെങ്കിൽ 2.3 പ്ലസ് 2.3 അതായത് 4.6 പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സി എന്ന് പറയുന്നത് 2.3 പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സിയും സെയിം ആണ്. ദാറ്റ് ഈസ് സെയിം as 0 പ്ലസ് സൈക്കിൾ ജനറേറ്റഡ് ബൈ സി ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. അതായത് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്രയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇത്രയും കോസെറ്റ്സേ ഇവിടെ കാണും. ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു ആർ സി അണ്ടർ അഡീഷൻ മോഡുലോ സി. അതായത് ആർ സി എന്ന് പറയുന്നത് ഇറ്റ്സ് എറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ടു എക്സ് ലെസ് ദാൻ സി. അതായത് 0യ്ക്കും സിക്കും ബിറ്റ്വീൻ അതായത് ക്ലോസ് ടു ഓപ്പൺ ഇൻ്റർവൽ 0 സി ആണ് ആർ സി കൊണ്ട് മീൻ ചെയ്യുന്നത്. 0 ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 സി ആണ് ആർ സി. അപ്പോൾ R.5 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0.5. ആർ സി അണ്ടർ അഡീഷൻ മോഡുലോ സി
സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, അതാണ് ഓപ്പറേറ്റർ. സോ ഈ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ്. കാരണം ഇവിടുത്തെ ഓരോ എലമെൻറ്റ്സ്, ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഇതാ ഈ സെറ്റിലെ മെമ്പേഴ്സാണ്. അപ്പോൾ 0+ സൈക്കിൾ ഓഫ് ജനറേറ്റഡ് ബൈ സീനെ 0യിലേക്ക് മാപ്പ് ചെയ്യുക. ഇനി അതിനകത്തൊരു 1+ സൈക്കിൾ ഓഫ് ജനറേറ്റഡ് ബൈ സി ഉണ്ടെങ്കിൽ അതിനെ 1ലേക്ക് മാപ്പ് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ ആ Z/5Z Z5നോട് ഐസോമോർഫിക് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ psi of x is equal to x plus cycle of generated by C for all x element of C ആണ് പറഞ്ഞിരിക്കുന്ന മാപ്പിംഗ്. ഓക്കെ.